കേരളത്തിൽ ബിജെപിയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണം. സുഹൃത്തുക്കളെ, കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന നയങ്ങളുടെയും നിലപാടുകളെയും പരസ്പരം എതിർക്കുന്നവർ ഡൽഹിയിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റിന് പാർലമെന്റിൽ എത്താനായിട്ട് ഇവിടെ വയനാട്ടിൽ വരേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷത്തിനെതിരായിട്ട് ഞാൻ ഒന്നും പറയില്ല എന്ന്. കേരളത്തിൽ വരുമ്പോ ഗുസ്തി, ഡൽഹിയിലെത്തുമ്പോ അങ്ങേയറ്റത്തെ ചങ്ങാത്തം. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. My dear friends, it is not politics, but it is a self-interest. It is completely opportunism. സുഹൃത്തുക്കളെ, ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് സ്വന്തം താൽപര്യ സംരക്ഷണമാണ്, തികഞ്ഞ അവസരവാദമാണ്. साथियों, अगर ये सोचते हैं कि केरल की जनता इसको समझती नहीं है तो ये बहुत बड़ी भूल कर रहे हैं. साथियों, कांग्रेस के नामदार का कहना है कि साउथ को मैसेज देना था तभी वायनाड गया. अरे तिरुवनंतपुरम से मैसेज नहीं जारी दिया जा सकता था क्या? ये तो राजधानी है. तिरुवनंतपुरम से नहीं तो पट्टनमथिट्टा से भी की ही मैदान में उतर आते और बड़ा मैसेज चला जाता. സുഹൃത്തുക്കളെ, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ ഇവർക്ക് വലിയ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നത് ദക്ഷിണേന്ത്യക്ക് ഒരു സന്ദേശം നൽകാനാണ് വയനാട് വരെ വന്നിട്ടുള്ളത് എന്നാണ്. അതെന്താ, തിരുവനന്തപുരത്തിറങ്ങി ഒരു സന്ദേശം കൊടുത്തുകൂടെ? തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമല്ലേ? ഇനി തിരുവനന്തപുരത്ത് വേണ്ടാന്ന് വെച്ചോ? എന്നാൽ പത്തനംതിട്ടയിൽ ഇറങ്ങി അതിനേക്കാൾ വലിയൊരു സന്ദേശം കൊടുത്തുകൂടെ? എന്താ അതിനൊന്നും മുതിരാത്തത്? भाई और बहनों, ये मैसेज साउथ के लिए नहीं, बल्कि ये मैसेज अपीजमेंट पॉलिटिक्स का है, जिसको कांग्रेस ने अपने विजन का हिस्सा बना लिया है. भाई और बहनों, कांग्रेस अमेठी मॉडल ऑफ डेवलपमेंट का विजन केरल के लिए लेकर के आई है. आज के डिजिटल इंडिया के युग में जब स्मार्टफोन हर हाथ में है और डेटा दुनिया में सबसे सस्ता हमारे यहाँ है, तब अमेठी की हालत जानने में केरल को ज्यादा परेशानी नहीं होगी. സഹോദരി സഹോദരന്മാരെ, ഇത് ദക്ഷിണേന്ത്യക്ക് സന്ദേശം നൽകാനുള്ള ശ്രമമല്ല, പകരം കോൺഗ്രസിന്റെ പ്രീണന നയത്തിന്റെ സന്ദേശമാണ് ഇത് നൽകാനുള്ളത്. ഇത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്, കോൺഗ്രസിന്റെ ആശയത്തിന്റെ ഭാഗമാണ്. കാരണം കോൺഗ്രസ് അമേരിക്കയിൽ എന്ത് വികസനമാണ്, അമേരിക്കയിലെ വികസനം, അമേഠിയിലെ വികസനത്തിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടുമായിട്ടാണ് ഇപ്പൊ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ന് നമുക്കുള്ള വിവരങ്ങൾ കിട്ടാൻ ഡാറ്റ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് അമേഠിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും. Sisters and brothers, be it the Congress or the Communists, they do not respect people. They do not value human life, nor do they care about people's faith. സഹോദരി സഹോദരന്മാരെ, കോൺഗ്രസ്സുകാരാവട്ടെ കമ്മ്യൂണിസ്റ്റുകാരാട്ടെ, അവർക്ക് ജനങ്ങളോട് യാതൊരു ബഹുമാനവുമില്ല. അവര് മനുഷ്യ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അവര് വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അവര് ഒരു തരത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല. कम्युनिस्टों को हमारे पूजा पाठ और धर्म कर्म से दिक्कत है, ये हम जानते हैं, लेकिन वो आस्थावानों के अधिकारों को नहीं कुचल सकते. आज यहां
स्थिति ये बना दी गई है कि भगवान का नाम तक नहीं ले सकते। भगवान का नाम लेने पर यहां की कम्युनिस्ट सरकार झूठे केस करती है, लाठियां पिटवाती है। സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക്, നമ്മുടെ പൂജാകർമ്മങ്ങൾക്ക്, ആ പൂജാകർമ്മങ്ങൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതിനോട് യോജിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ, ആചാരങ്ങളെ, അതിനെ തകർക്കാൻ, നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. ഇന്ന് ഇവിടുത്തെ സാഹചര്യം ഈശ്വരന്റെ പേരുച്ചരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈശ്വരന്റെ പേരുച്ചരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കള്ളക്കേസിൽ കൊടുക്കുന്നു, അവരെ ലാഠിചാർജ് നടത്തുന്നു. അതാണ് ഇന്ന് കേരളത്തിലെ സാഹചര്യം. भाइयों और बहनों, भारत में हजारों सालों से जो परंपराएं विकसित हुई हैं, उन पर राजनीति के लिए किसी तरह का प्रहार हम बर्दाश्त नहीं करेंगे। केरला का बच्चा बच्चा इसका विरोध करेगा, आस्था का चौकीदार बनकर खड़ा होगा। ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടരുന്ന വിശ്വാസ പാരമ്പര്യങ്ങളെ, ആ പാരമ്പര്യങ്ങളെ രാഷ്ട്രീയ കളികളുടെ പേരിൽ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കേരളത്തിലെ ഓരോ കുഞ്ഞും ആ ആചാര അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാവൽക്കാരായിട്ട് നിലകൊള്ളും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. भाइयों और बहनों, मैं आप सभी को आश्वस्त करना चाहता हूं, 23 मई को जब फिर एक बार मोदी सरकार बनेगी तो कोर्ट से लेकर संसद तक हम आपकी आस्था के लिए लड़ेंगे। आस्था को संविधान संरक्षण दिलाने का काम हम करेंगे। സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. 23-ാം തീയതിക്ക് ശേഷം, മെയ് മാസം 23-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി രൂപീകരിക്കപ്പെടുമ്പോ കോടതി തൊട്ട് പാർലമെന്റ് വരെ എല്ലാ വേദികളിലും ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനായിട്ട് പോരാടും. മാത്രമല്ല, വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. बीजेपी स्टैंड इज क्लियर, बट कांग्रेस इज प्लेइंग ए डेंजरस डबल गेम. They say something in Delhi, something else in Kerala. It is important to understand their two faces. ബിജെപിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. എന്നാൽ കോൺഗ്രസ് കളിക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പാണ്. ഡൽഹിയിൽ ഒരു നിലപാട്, കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു നിലപാട്. ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടുകാർ അതിന് തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. साथियों, केरला में जाति पंथ के आधार पर भेदभाव और भ्रष्टाचार गवर्नेंस का मॉडल बन चुका है. खुद मुख्यमंत्री पर लवलिन घोटाले के आरोप हैं, मंत्रियों पर गंभीर आरोप हैं, यहां तक कि बाढ़ और तूफान से प्रभावित लोगों के लिए जो पैसा आया उसको भी नहीं छोड़ा. अब तो ये भी साफ हो रहा है कि केरला की भीषण बाढ़ नेचुरल कैलेमिटी से ज्यादा सरकारी लापरवाही का परिणाम ही थी. സുഹൃത്തുക്കളെ, കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഒരു ഭരണ സംവിധാന മാതൃകയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ലാവ്ലിൻ അഴിമതിയിൽ ആരോപിതനാണ്. മറ്റു നിരവധി മന്ത്രിമാർ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. വെള്ളപ്പൊക്കത്തിലും
ചുഴലിക്കാറ്റിലും കഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് അയച്ചു കൊടുത്ത പണം പോലും അത് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചില്ല. അതുപോലും തട്ടിയെടുക്കുന്ന, അവരെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു കാര്യം, കേരളത്തില് ഈ തരത്തിലുള്ള ദുരിതബാധിതരെ, ആ ദുരിതത്തിന് കാരണക്കാരായിട്ടുള്ളത്, അത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം, ആ ദുരിതത്തിന്, വെള്ളപ്പൊക്കത്തിന് കാരണക്കാരായിട്ടുള്ളത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. A government that is so careless does not have the right to remain in office for a single moment. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ശ്രദ്ധയില്ലാത്ത, കാര്യക്ഷമതയില്ലാത്ത ഒരു സർക്കാരിന് ഭരണത്തിൽ ഒരു നിമിഷം പോലും തുടരാനുള്ള ധാർമ്മിക അധികാരമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. साथियों, ये तो भला हो केरल के माछी मारे साथियों का, जिन्होंने अपनी जान हथेली पर रखकर लोगों की जान बनाई. ये हमारे साथी सच में हमारे समंदर के चौकीदार हैं. സഹോദരങ്ങളെ, സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സഹജീവികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഇവരാണ് നമ്മുടെ യഥാർത്ഥ മിത്രങ്ങൾ. ഇവരാണ് നമ്മുടെ കടലിന്റെ സംരക്ഷകർ, ഈ നാട്ടിന്റെ സംരക്ഷകർ, ഈ നാട്ടിന്റെ കാവൽക്കാർ. मछुआरों को सशक्त करने के लिए केंद्र की एनडीए की सरकार ने अनेक कदम उठाए हैं. मछुआरों को समय पर खतरे का अलर्ट मिले, इसके लिए नाविक डिवाइस दिए जा रहे हैं. इसके अलावा फिशरीज के लिए अलग डिपार्टमेंट बनाने का हमने बजट के अंदर घोषित किया है. वहीं मछुआरों को किसान क्रेडिट कार्ड की सुविधा भी दे दी गई है. इसके अलावा डीप सी फिशिंग के लिए बोट के आधुनिकीकरण के लिए भी मदद दी जा रही है. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരെ ശാക്തീകരിക്കാനായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സർക്കാർ നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക്, കടലിൽ പോകുന്നവർക്ക് സമയാസമയങ്ങളിൽ അപായ സൂചന നൽകാനുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങൾ. ആ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ബാധകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ആ സഹായങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. साथियों, केरला में भाजपा हर वर्ग को उसका हक दिलाने के लिए खड़ी है. हम केरला के सामान्य मानवी को भी उनका हक दिलाने के लिए प्रतिबद्ध है. हम पूरे देश में 10% आरक्षण देकर गरीबों को उनका हक दिला रहे हैं, वो भी किसी का हक छीने बिना. बीजेपी सरकार ने ही पिछड़ा वर्ग आयोग को संवैधानिक दर्जा दिया है. കേരളത്തിൽ സുഹൃത്തുക്കളെ, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഓരോ വിഭാഗത്തിന്റെയും അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളതാണ്. കേരളത്തിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ, അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ, ഇതൊക്കെ തന്നെ നേടിക്കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രത്തിലെ സർക്കാർ. രാജ്യത്ത് പാവപ്പെട്ടവർക്ക് 10% സംവരണം നൽകിക്കൊണ്ട്, സാമുദായിക മത അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനപ്പുറത്ത് 10% സംവരണം നൽകിക്കൊണ്ട് ദരിദ്രരുടെ വിഷമങ്ങൾ, അവർക്ക് ക്ഷേമം ഉറപ്പുവരുത്താനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവരുടെ ആരുടെയും അവകാശങ്ങൾ തട്ടിയെടുക്കാതെയാണ് ഈ അവകാശങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, കേന്ദ്രത്തിൽ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി
പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. भाई और बहनों, केरला के सोशल इंफ्रास्ट्रक्चर के साथ साथ फिजिकल इंफ्रास्ट्रक्चर को मजबूती देने के लिए भी हम कमिटेड हैं. नेशनल हाईवे के प्रोजेक्ट्स हो, बाईपास हो, एयरपोर्ट का विकास हो, हर प्रकार से कनेक्टिविटी को सशक्त किया जा रहा है. സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തല വികസനം സാമൂഹ്യ സൗകര്യങ്ങളോടൊപ്പം അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൂടി കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയ പാത പദ്ധതികൾ, ബൈപ്പാസുകൾ, എയർപോർട്ടുകളുടെ വികസനം എന്നുവേണ്ട എല്ലാ മേഖലകളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. यहाँ के टूरिज्म को प्रमोट करने के लिए प्रसाद योजना के तहत अनेक काम हुए हैं. हेरिटेज टूरिज्म पर हमारा विशेष फोकस रहने वाला है. हम केरला में 100 से ज्यादा आस्था से जुड़े स्थानों को आध्यात्मिक सर्किट से जोड़ने की कोशिश कर रहे हैं. കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനു വേണ്ടിയിട്ട് പ്രസാദ് യോജനയിലൂടെ നിരവധി പ്രവർത്തനങ്ങളാണ്, നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ പൗരാണികമായിട്ടുള്ള കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ശ്രദ്ധ അതിനു വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 100-ലധികം കേന്ദ്രങ്ങളെ ആധ്യാത്മിക കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ, ആ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിനോദസഞ്ചാര ശൃംഖല, അങ്ങനെ ഒരു ശൃംഖല ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. भाई और बहनों, चौकीदार की सरकार ने सबका साथ सबका विकास के मंत्र पर काम किया है. गरीबों को 5 लाख रुपए तक का मुफ्त इलाज हो या फिर गरीब से गरीब घर तक एलपीजी कनेक्शन देने का काम, ये हमारी सोच को दिखाता है. സഹോദരി സഹോദരന്മാരെ, ഈ ചൗക്കിദാറുടെ കാവൽക്കാരന്റെ സർക്കാർ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന ആശയത്തോടുകൂടിയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ നിരക്കിൽ സൗജന്യമായിട്ട് ചികിത്സ നൽകാനുള്ള സംവിധാനം, ഓരോ കുടുംബത്തിനും സൗജന്യ നിരക്കിൽ പാചകവാതക കണക്ഷൻ നൽകാനുള്ള തീരുമാനം, ഇതെല്ലാം തന്നെ സർക്കാരിന്റെ നിലപാടുകളെ, സർക്കാരിന്റെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. इतना ही नहीं, मिडिल क्लास के लिए हमारी सरकार ने विशेष तौर पर प्रयास किए हैं. बीते 5 वर्षों में महंगाई की दर 4% के आसपास रही है, जो कांग्रेस के राज में 10% तक थी. സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, മധ്യവർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രത്യേക ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ കാലയളവിൽ പണപ്പെരുപ്പിന്റെ നിരക്ക് കോൺഗ്രസ് സർക്കാരിൽ 10% കഴിഞ്ഞ 5 വർഷക്കാലം അത് 4% നിലനിർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന് സാധിച്ചിരിക്കുകയാണ്. 5 साल में हमने एक बार भी टैक्स नहीं बढ़ाया, बल्कि अब तो 5 लाख रुपए तक की टैक्सेबल इनकम को टैक्स के दायरे से ही बाहर कर दिया. इसी तरह पहली बार मिडिल क्लास के घर के लिए भी सरकारी सहायता देने का काम किया. एजुकेशन लोन भी बहुत सस्ता किया गया है. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ആദായ നികുതി ഒരിക്കൽ പോലും ഉയർത്തിയില്ല എന്ന് മാത്രമല്ല, 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ മധ്യവർഗത്തിലുള്ളവർക്ക് അവരുടെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവർക്ക് വായ്പ ലഭിക്കാനുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വായ്പകൾ, ആ വിദ്യാഭ്യാസ വായ്പയുടെ പലിശ, ആ പലിശ ഏറ്റവും കുറഞ്ഞ നിരക്കിലാക്കിയിരിക്കുന്നു. साथियों, एक तरफ हम ऑनेस्ट टैक्स पेयर को थैंक यू कहते हैं, तो वहीं कांग्रेस मिडिल क्लास को सेल्फिश कहती है, टैक्स का बोझ लादने की बात करती है. कांग्रेस के ढकोसला पत्र, उनके मैनिफेस्टो में मिडिल क्लास का जिक्र तक नहीं किया गया है. वो ये मान चुकी है कि मिडिल क्लास
कांग्रेस का कैरेक्टर पहचान चुका है। സുഹൃത്തുക്കളെ, ഒരു വശത്ത് സത്യസന്ധരായിട്ടുള്ള നികുതിദായകർക്ക് നന്ദി പറയുമ്പോൾ മറുവശത്ത് കോൺഗ്രസുകാർ മധ്യവർഗത്തെ അങ്ങനെയുള്ളവരെ സ്വാർത്ഥന്മാർ എന്ന് വിളിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്ന ഈ കള്ള മാനിഫെസ്റ്റോയിൽ മധ്യവർഗത്തെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. ഇന്ന് മധ്യവർഗം കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. भाइयों और बहनों, केरला के विकास में प्रवासी भारतीयों का बहुत बड़ा योगदान रहा है। हमारी सरकार ने प्रवासी भारतीयों की सुरक्षा और उनके सम्मान के लिए बड़े कदम उठाए हैं। സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ വികസനത്തിൽ കഴിഞ്ഞ തവണ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടത് വലത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് നരേന്ദ്രമോദി കേരളത്തിൽ ബിജെപിയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയാണ്. ശബരിമലയെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും വിശ്വാസ സംരക്ഷണത്തിനായി പോരാടുമെന്ന് ആവർത്തിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അതോടൊപ്പം തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അമേഠിയുടെ ഇപ്പോഴത്തെ സ്ഥിതിവിവരക്കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുകൂടിയാണ് മോദി വിമർശിച്ചത്. ക്ലിയർ കട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.